ലോകകപ്പ് കിരീട പോരാട്ടം എത്ര ആവേശകരമാണോ അതിലും വലിയ ആവേശമാണ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടം. ഓരോ മത്സരം കഴിയുന്തോറും ഗോൾ പട്ടിക മാറുകയാണ്. ആരാധകരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ചോദ്യം ഒന്ന് മാത്രം: ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്നത് ആരാകും? നിലവിലെ ഗോൾ പട്ടിക നോക്കിയാൽ ഒന്നാം സ്ഥാനത്ത് രണ്ട് സൂപ്പർ താരങ്ങളാണ് ഉള്ളത്. അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സിയും ഫ്രാൻസിന്റെ കില്ലർ ഫോർവേഡ് കിലിയൻ എംബാപ്പയും 6 ഗോളുകളുമായി ഒന്നാം സ്ഥാനത്താണ് ഉള്ളത്. സ്വീഡനെതിരെ 2 ഗോൾ നേടി എംബാപ്പെ മെസ്സിക്കൊപ്പം എത്തിയപ്പോൾ ഗോൾഡൻ ബൂട്ട് പോരാട്ടം കൂടുതൽ ചൂടുപിടിച്ചു. നിലവിലെ ടോപ്പ് 3 ഇവരാണ്: ലയണൽ മെസ്സി 6 ഗോൾ, കിലിയൻ എംബാപ്പെ 6 ഗോൾ, എർലിംഗ് ഹാലൻഡ് 5 ഗോൾ. എന്നാൽ ഗോളുകളുടെ എണ്ണം മാത്രം നോക്കി വിജയിയെ പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഇനി തുടങ്ങുന്നത് നോക്കൌട്ട് ഘട്ടത്തിലെ ഏറ്റവും കടുപ്പമുള്ള മത്സരങ്ങളാണ്. ഒരു ഹാട്രിക്ക് പോലും ഈ പട്ടികയെ പൂർണ്ണമായും മാറ്റിമറിച്ചേക്കാം. ലയണൽ മെസ്സി ഇതുവരെ അർജന്റീനയുടെ ഏറ്റവും വിശ്വസ്തനായ താരമായി മാറിയിട്ടുണ്ട്. പെനാൽറ്റി, ഫ്രീ കിക്ക്, ഓപ്പൺ പ്ലേ, ഏത് രീതിയിലും ഗോൾ കണ്ടെത്താനുള്ള കഴിവ് ഇന്നും അതേപോലെയുണ്ട്. അടുത്ത മത്സരത്തിൽ കേപ്പ് വാർഡയ്ക്കെതിരെ മെസ്സി ഇറങ്ങുമ്പോൾ വീണ്ടും ഗോൾ നേടാൻ വലിയ സാധ്യതയാണ് ഉള്ളത്. അർജന്റീന കൂടുതൽ റൗണ്ടുകളിലേക്ക് മുന്നേറുന്ന അത്രയും മെസ്സിക്ക് കൂടുതൽ മത്സരങ്ങളും കൂടുതൽ ഗോളുകളും നേടാനുള്ള അവസരമുണ്ട്. കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണത്തിന്റെ ഹൃദയമാണ്. എംബാപ്പെ സ്വീഡനെതിരെ നേടിയ ഇരട്ട ഗോൾ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ശക്തമായ ആക്രമണ നിര അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. വേഗതയും ഫിനിഷിങ്ങും കണക്കിലെടുത്താൽ ഗോൾഡൻ ബൂട്ട് നേടാൻ ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് അദ്ദേഹം. എർലിംഗ് ഹാലൻഡ്: നോർവേയുടെ പ്രതീക്ഷ മുഴുവൻ ഹാലൻഡിലാണ്. എവിടെ നിന്നുമുള്ള ഒരു ക്രോസോ പാസോ ഗോൾ ആക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ബ്രസീലിനെതിരായ അടുത്ത മത്സരം വിജയിച്ചാൽ ഹാലൻഡ് ഗോൾ പട്ടികയിൽ വൻ കുതിപ്പ് നടത്താൻ സാധ്യതയുണ്ട്. ഒരു വലിയ പ്രകടനം മതി മെസ്സിയെയും എംബാപ്പയെയും മറികടക്കാൻ. ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മെസ്സി, എംബാപ്പെ, ഹാലൻഡ് എന്നിവർ ഇപ്പോൾ മുൻനിരയിലാണെങ്കിലും മത്സരം ഇതോടെ അവസാനിച്ചിട്ടില്ല. പോർച്ചുഗലിന്റെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ എന്നിവർ ഒരു മികച്ച നോക്കൌട്ട് പ്രകടനത്തോടെ അതിവേഗം മുന്നിലെത്താൻ കഴിവുള്ള താരങ്ങളാണ്. ഇതുകൂടാതെ ബ്രസീലിനായി കളിക്കുന്ന വിനീഷ്യസ് ജൂനിയർ ഇതിനോടകം തന്നെ നിർണായക ഗോളുകൾ നേടി തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ടീമിൻ്റെ മുന്നേറ്റം തുടർന്നാൽ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ അദ്ദേഹം വലിയ വെല്ലുവിളിയാകും. പരിക്കിൽ നിന്ന് തിരിച്ചെത്തിയ നെയ്മർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്ത് തകർപ്പൻ പ്രകടനം പുറത്തെടുത്താൽ ബ്രസീലിന് മാത്രമല്ല ഗോൾ വേട്ടയിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന താരമാണ്. യുവതാരം ലാമിൻ യമാൽ ഗോളുകളും അസിസ്റ്റുകളും കൊണ്ട് ഇതിനോടകം തന്നെ തൻ്റെ ക്ലാസ് തെളിയിച്ചിട്ടുണ്ട്. ഒരു വലിയ നോക്കൌട്ട് മത്സരം മതി യമാലിനും ഗോൾഡൻ ബൂട്ട് റേസിൽ ശക്തമായി ഇടം പിടിക്കാൻ. അതുകൊണ്ട് ഇപ്പോൾ മുൻപന്തിയിൽ മെസ്സിയും എംബാപ്പയും നിൽക്കുന്നുണ്ടെങ്കിലും ഹാലൻഡ്, കെയ്ൻ, വിനീഷ്യസ് ജൂനിയർ, ക്രിസ്ത്യാനോ, നെയ്മർ, യമാൽ എന്നിവരെ ഒരിക്കലും എഴുതി തള്ളാനാകില്ല. ലോകകപ്പ് നോക്കൌട്ട് റൗണ്ടുകളിൽ ഒരു തകർപ്പൻ മത്സരം മതി ഗോൾഡൻ ബൂട്ട് പട്ടികയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: ഈ ലോകകപ്പിൽ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടം അവസാന വിസിൽ മുഴങ്ങും വരെ അവസാനിക്കില്ല. മെസ്സിയുടെ മാന്ത്രികതയോ എംബാപ്പയുടെ മിന്നൽ വേഗമോ ഹാലൻഡിൻ്റെ അതിശക്തമായ ഫിനിഷിങ്ങോ ഇവരല്ലാതെ മറ്റാരെങ്കിലുമോ? ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ ആരാണെന്ന് കാത്തിരുന്ന് കാണാം.